ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8085 പറ്റിയിട്ടാണ്. മെയിൻ ആയിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8085 നമുക്ക് 5 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നതാവുക? ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടായിരിക്കും. അരിത്തമെറ്റിക് ഗ്രൂപ്പ് പറയുമ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്, ലോജിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലോജിക് ഓപ്പറേഷൻസിന്, ആൻഡ് ബ്രാഞ്ച് ഗ്രൂപ്പ് ഉണ്ട്, അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്റ്റാക്ക്, ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. ഇങ്ങനെ 5ആയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പും അതിന് എക്സാമ്പിൾ രണ്ടെണ്ണം നോക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയില് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ മെറ്റീരിയലിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അപ്പൊ അത് നിങ്ങൾ റെഫർ ചെയ്യുക. 2 എക്സാമ്പിൾ വീതം ഓരോന്നിന്റെയും പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പ് ആണ്. ഡേറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പിൽ എന്തായിരിക്കും? ഡേറ്റ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു സം അതർ പ്ലേസ് അല്ലെ. അപ്പൊ ഇതിന് എക്സാമ്പിൾ വരുന്നത് ഏതാ? മൂവ് എ കോമ ബി. ബിയിൽ രജിസ്റ്ററിലെ കണ്ടന്റ് എവിടേക്ക് മൂവ് ചെയ്യാണ്? എ രജിസ്റ്ററിലേക്ക്. എ രജിസ്റ്റർ മീൻസ് അക്യുമുലേറ്റർ കേട്ടോ. നമ്മൾ എ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ആണല്ലോ 8085 കേസിൽ. അപ്പൊ ബി രജിസ്റ്ററിൽ നിന്ന് അതിന്റെ കണ്ടന്റ് എടുത്ത് അക്യുമുലേറ്ററിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് മൂവ് എ കോമ ബി എന്നുള്ള ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് നടക്കുന്നത്. ഇനി MVI ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക? ഡയറക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റിന്റെ ആണ് ഈ ഐ എന്ന് പറയുന്നത്. മൂവ് ഇമ്മീഡിയറ്റ്ലി 30H എന്ന് പറയുന്ന വാല്യൂ ഇമ്മീഡിയറ്റ് ആയിട്ട് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യും. സോ അക്യുമുലേറ്റർ ഗെറ്റ്സ് ദ വാല്യൂ 30H ഇമ്മീഡിയറ്റ്ലി. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അരിത്തമെറ്റിക് ആണ്. അരിത്തമെറ്റിക്കിൽ ഏതൊക്കെ ഉണ്ടാവും? അഡീഷൻ ഉണ്ടാവാം, സബ്ട്രാക്ഷൻ ഉണ്ടാവാം. ആ 2 എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ADI എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഡ് ചെയ്യുക 03 വിത്ത് എന്തായിരിക്കും? അക്യുമുലേറ്റർ കണ്ടന്റ്. അക്യുമുലേറ്റർ കണ്ടന്റിന്റെ ഒപ്പം പ്ലസ് എന്ത് ചെയ്യും? 03 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പർ ഇമ്മീഡിയറ്റ്ലി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. എവിടെ? അക്യുമുലേറ്റർ തന്നെ. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് സബ് ബി ആണ്. സബ്ട്രാക്ട് ബി. ഏതിനാണ് സബ്ട്രാക്ട് ചെയ്യുന്നുണ്ടാവുക? അക്യുമുലേറ്ററിൽ എന്താണോ കണ്ടന്റ് ഉള്ളത് അതിൽ നിന്ന് ബി എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ മൈനസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അരിത്തമെറ്റിക് ഗ്രൂപ്പിന്റെ 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ഗ്രൂപ്പ് ലോജിക് ഗ്രൂപ്പ് ആണ്. ലോജിക് ഗ്രൂപ്പിന്റെ കേസിൽ എന്തായിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക? ലോജിക് ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ANI 03H. അതിന്റെ മീനിങ് എന്താണ്? ഇത് ഏത് ലോജിക് ഓപ്പറേഷൻ ആണ് ചെയ്യുക? ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യുക. വിത്ത് അക്യുമുലേറ്ററിന്റെ കണ്ടന്റും അതുപോലെ 03H എന്നുള്ള വാല്യൂ ആയിട്ട് എന്ത് ചെയ്യും? ലോജിക്കൽ ആൻഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എടുത്ത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അക്യുമുലേറ്റർ റിസൾട്ടിനെയാണ് ഇവിടെ ഞാൻ AR എന്ന് എഴുതുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർ ഓപ്പറേഷൻ ആണ്. ORAB എന്ന് പറയുന്നത്, അതായത് അക്യുമുലേറ്ററിലെ കണ്ടന്റും ബി രജിസ്റ്ററിലെ കണ്ടന്റും തമ്മിൽ ഓർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പൊ 2 ലോജിക് ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻസിന്റെ എക്സാമ്പിൾ ആണ് ഇത് രണ്ടും, ആൻഡും ഓറും. ഓക്കെ. ഇനി വരുന്നത് ബ്രാഞ്ച് ഗ്രൂപ്പ് ആണ്. ബ്രാഞ്ച് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരിക്കും, അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ എക്സാമ്പിൾ ആണ് JNZ 4000. ജംപ് ഓൺ നോൺ സീറോ. 4000 ലൊക്കേഷനിൽ സേവ് ചെയ്തിട്ടുള്ള കണ്ടന്റ് നോൺ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രോഗ്രാം കൺട്രോള് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? മെമ്മറി ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് പിന്നെ പറഞ്ഞിട്ടുള്ളതെന്നനുസരിച്ചിട്ടാണ് ചെയ്തു പോവുക. അതേസമയം അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിലാണെങ്കിൽ നോക്കൂ, JMP 4000 എന്ന് പറയുമ്പോൾ സിംപ്ലി മെമ്മറിയിലേക്ക് 4000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് കൺട്രോള് എന്ത് ചെയ്തിരിക്കുകയാണ്? ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല. ഡയറക്ട്ലി ജംപ് ടു 4000 ആണ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിലായിരുന്നപ്പോൾ ജംപ് ഓൺ നോൺ സീറോ, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തിട്ട് നോൺ സീറോ ആണെങ്കിലാണ് എന്ത് ചെയ്തിരുന്നത്?
മെമ്മറി ലൊക്കേഷനിന് കൺട്രോൾ കൊടുത്തിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ബ്രാഞ്ച് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾസ് വരുന്നത്. Now the last set of instruction എന്ന് പറയുന്നത് സ്റ്റാക്ക് IO മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റാക്ക് കൺട്രോൾ ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പുഷും പോപ്പും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. പുഷും പോപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് കൺട്രോൾ ചെയ്യുക, അതുപോലെ മെഷീൻ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സ്റ്റാക്ക് IO ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പുഷ് B എന്നുള്ളത് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, സ്റ്റാക്ക് പോയിന്റർ ഏത് പോയിന്റിലേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് പുഷ് ചെയ്യും. ഓക്കെ, സ്റ്റാക്ക് പോയിന്റർ ഇതാണെങ്കിൽ ആ സ്റ്റാക്ക് പോയിന്റിന്റെ ടോപ്പായിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടന്റ് BC പെയറിന്റെ കണ്ടന്റ് എവിടേക്ക് വരും, സ്റ്റാക്കിന്റെ മുകളില് ഏറ്റവും ടോപ്പിൽ വരും. IN80H എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഡാറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസ് അറ്റ് പോർട്ട് അഡ്രസ് 80 is placed in എങ്ങോട്ട്, അക്യുമുലേറ്റർ. അതാണ് നടക്കുന്നത്. സ്റ്റാക്ക് IO മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിന്റെ 2 എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈമിംഗ് ഡയഗ്രം ആണ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഹൈ ലോ എന്ന് പറയുന്ന 2 കണ്ടീഷൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ടൈമിംഗ് ഡയഗ്രം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, execution time of each instruction in graphical format. Graphical formatൽ execution time of each instruction represent ചെയ്യുന്നതിനെയാണ് നമ്മൾ 8085 കേസിൽ ഇൻസ്ട്രക്ഷൻ ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, 8085 മൈക്രോ പ്രൊസസറിന്റെ കേസിൽ മെയിൻ ആയിട്ട് 5 ബേസിക് മെഷീൻ സൈക്കിൾസ് ആണ് ഉള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. മെഷീൻ സൈക്കിൾസ് 5 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ് അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് റീകോൾ ചെയ്യാം. അതായത് നമ്മുടെ മൈക്രോ പ്രൊസസർ, പുറത്ത് മെമ്മറി ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷനിൽ പാർട്ടിക്കുലർ അഡ്രസ്സിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ഫെച്ച് ചെയ്യും. അതാണ് ആദ്യത്തെ പ്രോസസ്സ്, വിച്ച് ഈസ് ഓപ്കോഡ് ഫെച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓപ്കോഡ് ഫെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ വഴി. ഡീകോഡ് ചെയ്തതിന് ശേഷം ഇവിടെ എന്താണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ള സിഗ്നൽ എന്ത് ചെയ്യും, മൈക്രോ പ്രൊസസർ ജനറേറ്റ് ചെയ്യും. അതാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോൾ ഏതൊരു സൈക്കിളിന്റെ കേസിലും മെഷീൻ സൈക്കിളിൽ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്കോഡ് ഫെച്ച് ആയിരിക്കും. ഓപ്കോഡ് ഫെച്ച് ഇല്ലാതെ നമ്മുടെ മൈക്രോ പ്രൊസസറിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്താലല്ലേ മൈക്രോ പ്രൊസസറിന് അതിനനുസരിച്ചുള്ള കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാക്കാനും അത് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഓപ്കോഡ് ഫെച്ച് ആണ് എല്ലായ്പ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. പിന്നെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, മെമ്മറിയിൽ നിന്ന് റീഡ് വരാം. അതായത് ഇൻപുട്ട് ആണ് ആരുടെ കേസിൽ, മൈക്രോ പ്രൊസസറിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ആയിട്ടാണ് വരിക മെമ്മറി റീഡ്, ഔട്ട്പുട്ട് ആയിട്ടാണ് വരിക എന്ത്, മെമ്മറി റൈറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കും. ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന്റെ കേസിലും ഈ പറയുന്ന റീഡ് ഓപ്പറേഷനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തിരിച്ച് റൈറ്റ് ഓപ്പറേഷനും ഉണ്ടായിരിക്കും. നമ്മൾ ഒരു ആർക്കിടെക്ചർ പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രം തന്നെയാണ്. അതൊന്ന് റീകോൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 5 ബേസിക് മെഷീൻ സൈക്കിൾസ് വരുന്നതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓരോന്നിന്റെ കേസിൽ വരുന്ന ടി സ്റ്റേറ്റ്സിന്റെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓപ്കോഡ് ഫെച്ച് ആണെങ്കിൽ 4 ടി സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. കാരണം 3 ടി സ്റ്റേറ്റ് സാധാരണ മെമ്മറി റീഡിനും മെമ്മറി റൈറ്റിനും അതുപോലെ IO റീഡിനും IO റൈറ്റിനും ഉള്ളതുപോലെ തന്നെ വന്നതും പ്ലസ് ഒരു ഡീകോഡിങ് കൂടി ഉണ്ട്. ഓപ്കോഡ് ഫെച്ച് എന്ന് പറയുമ്പോൾ ഡീകോഡിങ് കൂടെ വർക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ 3+1 എന്തായത് 4 ടി സ്റ്റേറ്റ് ആയത്. ഓക്കെ, നമ്മള് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്, നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഏതൊക്കെ ഓപ്പറേഷൻസ് ഉള്ളത്, നമുക്ക് ഓപ്കോഡ് ഫെച്ച് ഉണ്ട്, അടുത്തതായിട്ട് മെമ്മറി റീഡ് ഉണ്ട്, മെമ്മറി റൈറ്റ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ഉണ്ട്,
ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ 5 മെഷീൻ സൈക്കിള്. ഇനി നമുക്കറിയാം നമ്മുടെ അഡ്രസ് ബസ്സസ് എടുക്കുമ്പോൾ A8 to A15 is used dedicatedly for address ബസ് ആയിട്ട് മാത്രമാണ് നമ്മുടെ A8 to A15 വരുന്ന 16 ബിറ്റിലത്തെ അഡ്രസ് ബസ് A8 to A15 എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടു അഡ്രസ് ആണ്. അപ്പൊ അഡ്രസ് ബസ് ആയിട്ട് മാത്രമാണ് അത് ആക്ട് ചെയ്യുന്നത്. അതേസമയം A0 to A7 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടും കൂടെ യൂസ് ചെയ്യും? ഡേറ്റ ബസ് ആയിട്ട് കൂടെ യൂസ് ചെയ്യും. അതായത് AD0 to AD7 എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ തന്നെ. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അഡ്രസ് ആണോ ഡേറ്റ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നത്? നമ്മളൊരു സിഗ്നൽ യൂസ് ചെയ്തിട്ടായിരുന്നു, വിച്ച് ഈസ് ഓർക്കുന്നുണ്ടോ? ALE, address latch enabled. Whenever ALE is 1, it is providing address, and when it is low, it is used for data transfer. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്താണ്, പിൻ ഡയഗ്രത്തിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷനെ ഡീമൾട്ടിപ്ലെക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടെ വരുന്ന സിഗ്നൽ ഹൈ ആവുന്ന സമയത്ത്, 1 ആവുന്ന സമയത്ത് ഇതെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അഡ്രസ് ബസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. നമുക്ക് അഡ്രസ് ആണ് കിട്ടുക. ഈ അഡ്രസ് എന്ന് പറയുന്നത് പോകുന്നത് ഒരു ലാച്ചിലേക്കായിരിക്കും. സോ ദാറ്റ് ആ ലാച്ചില് ആ കറസ്പോണ്ടിങ് അഡ്രസ് എപ്പോഴും ഉണ്ടായിരിക്കും. ഈവൻ ദോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റേത് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും ലാച്ചില് അഡ്രസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് 0 ആവുന്ന കേസിൽ, ALEയുടെ വാല്യൂ 0 ആവുന്ന കേസിൽ എന്തുണ്ടാവും? 0 ആവുമ്പോൾ ഈ ഒരു ഭാഗമാണ് വർക്ക് ചെയ്യുക. സോ ഇറ്റ് ആക്ട് ആസ് ഡാറ്റ ബസ് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് IO ബാർ M ബാർ. അതിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ അതോ മെമ്മറി ഓപ്പറേഷൻ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണോ, അതിൽ നിന്നാണോ റീഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻ ആണോ റീഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നത് തുടങ്ങിയൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു പിന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് റീഡ് ഉണ്ട്. റീഡിന്റെ എന്തായിരുന്നു? റീഡ് ബാർ ആയിരുന്നു. ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. റൈറ്റും ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. റൈറ്റ് ബാർ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഡീമൾട്ടിപ്ലക്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഏതാണ്? S1 S0 ആണ് അല്ലെ? ആ S1 S0 നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി T സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഓക്കെ, നമുക്ക് നോക്കി നോക്കാം ഓരോന്നായിട്ട്. ഓപ്പ് കോഡ് ഫെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? മെമ്മറി നിന്നാണ് കൊണ്ടുവരുന്നത് അല്ലെ? അതുകൊണ്ട് ഇത് മെമ്മറി ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? മെമ്മറി ഓപ്പറേഷൻ ആണെങ്കിൽ ഇവിടെ M ബാർ ആയതുകൊണ്ട് ഇത് ശരിയാവണമെങ്കിൽ ഓപ്പ് കോഡ് ഫെച്ചിലെ IO ബാർ M ബാറിന്റെ അവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് റീഡ് ഓപ്പറേഷൻ ആണോ റൈറ്റ് ഓപ്പറേഷൻ ആണോ? അതാണ് നെക്സ്റ്റ്. മെമ്മറിന്ന് നമ്മൾ റീഡ് ചെയ്യല്ലേ ചെയ്യുന്നത്, ഓപ്പ് കോഡ് ഫെച്ച് ചെയ്യാണ്. നമ്മുടെ മെമ്മറി ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിന്ന് MUP ഓപ്പ് കോഡ് ഫെച്ചിങ് നടക്കുമ്പോൾ റീഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ റീഡിന്റെ അവിടെ 0 വരും, റൈറ്റിന്റെ അവിടെ 1 വരും. കറക്റ്റ് അല്ലേ? അപ്പൊ ഏത് ഓപ്പറേഷനും നടക്കുന്നുണ്ടാവുക? റീഡ് ആണ് നടക്കുന്നുണ്ടാവുക. ആക്റ്റീവ് ലോ ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. S1ന്റെയും S0ന്റെയും വാല്യൂ എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത തന്നെ നോക്കി കഴിഞ്ഞിട്ട് ഇത് ഒന്നും കൂടെ പറയാം. മെമ്മറി റീഡിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെമ്മറി റീഡ് ആയതുകൊണ്ട് ഇവിടെ 0, മെമ്മറി റൈറ്റ് ആയതുകൊണ്ട് ഇവിടെ 0. റീഡിന്റെ കേസിൽ ഇവിടെ 0, റൈറ്റിന്റെ കേസിൽ ഇപ്പുറത്തായിരിക്കും 0. ഇവിടെ 1, ഇവിടെ 1. S1 S0 നമ്മൾ എളുപ്പത്തിൽ ഓർത്ത് വെക്കാനായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? S ഇൻപുട്ട് S ഔട്ട്പുട്ട് എന്ന് എടുക്കുക. അതായത് MUPയുടെ കേസിൽ റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഓപ്പറേഷൻ ആണ്. സോ SI will be 1, SO will be 0.
റൈറ്റ് ഓപ്പറേഷന്റെ കേസിൽ എന്തായിരിക്കും, മൈക്രോ പ്രോസസർ ഔട്ട്പുട്ട് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത്, വിച്ച് ഇംപ്ലൈസ് ദിസ് ഇസ് 0 ആൻഡ് എസ് ഔട്ട് വിൽ ബി 1 അല്ലെ. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിന്റെ കേസിലാണെങ്കിൽ നോക്കാം നമുക്ക്. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആയതുകൊണ്ട് ഇത് രണ്ടും 1 ആയിരിക്കും അല്ലെ. റീഡിന്റെ കേസിൽ ഇവിടെ 0 വരും, റൈറ്റിന്റെ കേസിൽ ഇവിടെ 0 വരും, അല്ലാത്ത രണ്ടും 1 വരും. എളുപ്പല്ലേ എഴുതാൻ. എസ് ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിന്റെ കേസിൽ മ്യൂപിക്ക് ഇൻപുട്ട് ആണ് വരുന്നത്, വിച്ച് ഇംപ്ലൈസ് 1 0, ആൻഡ് റൈറ്റിന്റെ കേസിൽ മ്യൂപി ഇസ് ഗിവിംഗ് ദ ഔട്ട്പുട്ട് വിച്ച് ഇംപ്ലൈസ് 0 1. ഇവിടെ നോക്കുകയാണെങ്കിൽ മെമ്മറി റീഡിന് സിമിലർ ആണ് നമ്മുടെ ഓപ്കോഡ് ഫെച്ച് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഓപ്കോഡ് ഫെച്ചില് മെമ്മറി റീഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഡീകോഡിങ്. ഡീകോഡിങ് എന്നുള്ള ഒരു സ്റ്റെപ്പ് കൂടെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വന്ന ഡേറ്റ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ വെച്ച് ഡീകോഡ് ചെയ്യണ സ്റ്റെപ്പ് കൂടെ ഇൻവോൾവ് ആണ് ഓപ്കോഡ് ഫെച്ചില്. അപ്പോ ഇതും മെമ്മറി റീഡും സിമിലർ ആണെങ്കിൽ ഇതിന് 0 തന്നെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂപി എങ്ങനെ മനസ്സിലാക്കിയത് ഓപ്കോഡ് ഫെച്ച് ആണോ മെമ്മറി റീഡ് ആണോ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 1 1 ആയിരിക്കും. അപ്പൊ S1 S0 എന്ന് പറയുന്നത് 1 1 ആയിരിക്കുന്ന സമയത്താണ് എന്ത് നടക്കുന്നത്, ഓപ്കോഡ് ഫെച്ച് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ. നമുക്ക് ഓരോ പ്രോസസ്സിന്റെ കേസിലുള്ള ടി സ്റ്റേറ്റ്സ് ആണ് നോക്കാനുള്ളത്. നമുക്ക് ഓരോ മെഷീൻ സൈക്കിളും അതിന്റെ ടൈമിംഗ് ഡയഗ്രാം ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഓപ്കോഡ് ഫെച്ച് ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ്? ദിസ് ഇസ് എ കമ്പൾസറി മെഷീൻ സൈക്കിൾ ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. കമ്പൾസറി ആയിട്ടുള്ള മെഷീൻ സൈക്കിൾ ആണ്. ഏത് ഓപ്പറേഷൻ നടക്കണമെങ്കിലും ആദ്യം ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യേണ്ടി വരും. അത് ചെയ്യുന്നത് എന്താണ്, ഓപ്കോഡ് ഫെച്ച് ആണ്. ഓപ്കോഡ് ഫ്രം മെമ്മറി ഫെച്ച് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. അതൊരു കമ്പൾസറി മെഷീൻ സൈക്കിൾ ആണെന്ന് മറക്കരുത്. നമുക്ക് ടൈമിംഗ് ഡയഗ്രത്തിൽ നോക്കാം. ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് 50% ഡ്യൂട്ടി സൈക്കിൾ വരുന്ന രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ലോ ഉണ്ടെങ്കിൽ അത്ര തന്നെ ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവും, ഹൈ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലോക്ക് പൾസ് വരിക. അതിൽ സംശയമൊന്നുമില്ലല്ലോ. A15 to A8 എന്ന് പറയുന്ന അഡ്രസ് ബസ് ഡെഡിക്കേറ്റഡ് ഫോർ എന്താണ്, അഡ്രസ് ആണ്. അതായത് ഹയർ ഓർഡർ മെമ്മറി അഡ്രസ് ആണ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക. HOMA എന്ന് നമുക്ക് സിംപ്ലി പറയാം, ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്. ഓക്കെ, അതേസമയം നമ്മുടെ AD7 to AD0ന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ALE അവിടത്തെ ചെക്ക് ചെയ്യേണ്ടി വരും. എന്നാലാണ് അത് അഡ്രസ് ബസ് ആണോ അതോ ഡേറ്റ ബസ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ALE അപ്പൊ എന്ത് ചെയ്യും, ആദ്യം ഹൈ ആയിരിക്കും, എന്നാലാണ് അഡ്രസ്സ് നമുക്ക് കിട്ടുള്ളൂ. ലോവർ ഓർഡർ അഡ്രസ്സ് കൂടെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഡേറ്റ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ALE ഇവിടെ എന്തായിരിക്കും, ഹൈ ആയിരിക്കും ആദ്യം. ആ ഹൈ ആയിരുന്നത് ഒരു ടി സ്റ്റേറ്റിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈ ആയിരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്സിന് വേണ്ടി AD0 to AD7 എന്ന് പറയുന്ന ബസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ. അതിനുശേഷം അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഡിലേ വന്നതിന് ശേഷം, അതിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡോട്ട് സൈൻ കൊണ്ട് പ്രൊപ്പഗേഷൻ ഡിലേ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആ പ്രൊപ്പഗേഷൻ ഡിലേ എടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യും, ഇത് ഡാറ്റ ബസ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം അഡ്രസ്സ് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ലാച്ചില് സ്റ്റോർഡ് ആണ്. ആ ലാച്ച് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ സെക്കൻഡ് പേർപ്പസ്, നമ്മുടെ മെയിൻ പേർപ്പസ് അടുത്തത് എന്താണ്, ഡേറ്റ ട്രാൻസ്ഫർ ആണ്. അപ്പൊ അത് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ പ്രൊപ്പഗേഷൻ ഡിലേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റ ബസ് ആയിട്ട് എന്ത് യൂസ് ചെയ്യും, AD0 to AD7 യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ. IO bar M barന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഓപ്കോഡ് ഫെച്ച് ആണ്, വിച്ച് ഇസ് മെമ്മറി ഓപ്പറേഷൻ വിച്ച് ഇംപ്ലൈസ് M bar is equal to 0. ഓക്കെ, അതുപോലെ S1ഉം S0യും നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ IO bar M bar equal to 0. S1ഉം S0യും നോക്കുകയാണെങ്കിൽ ഓപ്കോഡ് ഫെച്ചിന്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞ, രണ്ടും 1 ആയിരിക്കും. S0യും 1, S1ഉം 1 ആവുന്ന സമയത്താണ് ഓക്കെ ഏത് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്, റീഡ് ഓപ്പറേഷൻ ആണ് നടക്കുന്നുണ്ടായിരിക്കുക.
റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡേറ്റ വന്നു തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്രസ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും റീഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് ആക്റ്റീവ് ഹൈ ആയിരിക്കും. എന്ത് അഡ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ശ്രദ്ധിക്കണം, റീഡ് ബാർ ആണ്, ആക്റ്റീവ് ലോ ആണ്. ലോ ആവുമ്പോഴാണ് ഡാറ്റ ട്രാൻസ്ഫറിന്റെ കാര്യം വരുന്നത്. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ഡേറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യാണ്? നമ്മൾ റീഡ് ഓപ്പറേഷന് യൂസ് ചെയ്യാണ്. സോ അവിടെ നമുക്ക് ലോ സിഗ്നൽ കിട്ടി. ക്ലിയർ അല്ലേ? ഇതിൽ ടോട്ടലി ഇൻവോൾവ് ആവുന്ന ടി സ്റ്റേറ്റ്സിന്റെ നമ്പർ എത്രയാണ്? 4 ആണ്. അത് മറക്കരുത്. ടോട്ടലി 4 ടി സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. 6 സ്റ്റേറ്റ് വരുന്നതും ഉണ്ട്. നമ്മൾ കറന്റ്ലി ഡിസ്കസ് ചെയ്തത് 4 ടി സ്റ്റേറ്റ് വരുന്നതാണ് കേട്ടോ. ക്ലോക്ക് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അതിന് വ്യത്യാസമൊന്നുമില്ല, നേരത്തെ പോലെ തന്നെ. ഇവിടെ 3 ടി സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ഇത് എന്ത് റീഡ് ആണെന്ന് നമുക്ക് നോക്കി നോക്കാം. IO ബാർ M ബാർ ആണ്. അവിടെ IO ബാർ M ബാർ ഈക്വൽ ടു 1 ആണ്, വിച്ച് ഇംപ്ലൈസ് ദിസ് ഇസ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട്. റീഡ് ആണോ റൈറ്റ് ആണോ? റൈറ്റിന്റെ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ഓപ്പറേഷന്റെ ടൈമിംഗ് ഡയഗ്രാം ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. A8 to A15 എന്താ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക? ഹയർ ഓർഡർ അഡ്രസ് ആയിരിക്കും, HOMA. ഓക്കെ. മെമ്മറി അഡ്രസ്സിന്റെ ലോവർ ബിറ്റ് ആരാ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക? ALE ഹൈ ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ് ലോവർ ഓർഡർ മെമ്മറി അഡ്രസ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം എന്ത് ചെയ്യും? തിരിച്ച് ALEയുടെ വാല്യൂ ലോ ആവും. ലോ ആയി കഴിയുമ്പോൾ പിന്നെ അത് ഡാറ്റ ട്രാൻസ്ഫറിനാണ് യൂസ് ചെയ്യുക. അതിൽ മുന്നേ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായിരിക്കും. ആ പ്രൊപ്പഗേഷൻ ഡിലേ കഴിയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ AD0 to AD7 എന്ന് പറയുന്ന അഡ്രസ് ഡാറ്റ ബസ് എന്ന് പറയുന്നത് ഫുള്ളി ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ. ദെൻ റൈറ്റ് ഓപ്പറേഷൻ ആണ് വരുന്നത്. അപ്പൊ റൈറ്റ് ഓപ്പറേഷൻ ആദ്യം തന്നെ നമുക്ക് ഡേറ്റ എടുത്തു കഴിഞ്ഞാലല്ലേ റൈറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഡേറ്റ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തുണ്ടാവുക? WR' എന്ന് പറയുന്ന റൈറ്റിനുള്ള പിന്നെന്ന് പറയുന്നത് ലോ ആവുക. അപ്പൊ ഡേറ്റ വന്നതിന് ശേഷം മാത്രമേ റൈറ്റ് എന്ന് പറയുന്നത് ലോ ആവുള്ളൂ. അതുവരെ ഹൈ സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? IO ബാർ M ബാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 ആണെന്ന് പറഞ്ഞു, വിച്ച് ഇംപ്ലൈസ് ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. S1 ഉം S0യും റൈറ്റ് ആണ്. റൈറ്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ കേസ് ഓഫ് റൈറ്റ് ഓപ്പറേഷൻ SI SO എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ന്യൂപ്പിനെ സംബന്ധിച്ച് എന്താണ്? ഔട്ട്പുട്ട് ആണ്, വിച്ച് ഇംപ്ലൈസ് ദിസ് 1 ഈസ് 1 ആൻഡ് ദിസ് 1 ഈസ് 0. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ള S1 ഈക്വൽ ടു 0 ആൻഡ് S0 ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ഓപ്പറേഷൻ കൂടി പറയാം. റീഡ് ഓപ്പറേഷന്റെ കേസിലാവുമ്പോൾ നേരത്തെ പോലെ ക്ലോക്ക് സിഗ്നൽ ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. A8 to A15 എപ്പോഴും അഡ്രസ്സ് തന്നെയായിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കുക. AD0 to AD7 ഏറ്റവും ആദ്യം ALE ഹൈ ആയിരിക്കുന്ന സമയത്ത് ലോവർ ഓർഡർ അഡ്രസ് ആയിരിക്കും ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഹയർ ഓർഡർ മെമ്മറി അഡ്രസ് കേട്ടോ. അതിനുശേഷം കുറച്ച് പ്രൊപ്പഗേഷൻ ഡിലേ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്? ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. D0 to D7 ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാലല്ലേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നതും ഹൈ ടിൽ ഡേറ്റ എൻറ്റേഴ്സ്, അത് കഴിഞ്ഞ് ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ്ലി നമ്മുടെ ഡേറ്റ റീഡിങ് നടക്കും ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിങ് നടക്കും. ഓക്കെ അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് ആയതുകൊണ്ടാണ് ഇവിടെ IO ബാർ M ബാർ ഈക്വൽ ടു 1 ആയിരിക്കുന്നത്. റീഡ് ഓപ്പറേഷൻ ആണ്. റീഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ S1 ആൻഡ് S0 എടുക്കുകയാണെങ്കിൽ, ഇത് ഇൻപുട്ട് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഇൻപുട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ 1ഉം ഇവിടെ 0 ആയിരിക്കും. അതല്ല ഇവിടെ തന്നിട്ടുള്ള S1 ഈക്വൽ ടു 1, S0 ഈക്വൽ ടു 0. ഓക്കെ. ഇതിന്റെ കേസിലും എത്ര ടി സ്റ്റേറ്റ്സ് തന്നെയാണ് വരുന്നത്? 3 ടി സ്റ്റേറ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് മെമ്മറി റീഡും മെമ്മറി റൈറ്റും വരുന്നത്. സിമിലർ ആണ്. അപ്പോൾ അത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്യുക. മെമ്മറി റീഡിന്റെ കേസിലും മെമ്മറി റൈറ്റിന്റെ കേസിലും റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പോൾ വിത്ത് ദിസ് ടൈമിംഗ് ഡയഗ്രാം നമ്മൾ
8085 മൈക്രോ പ്രൊസസ്സർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.